മച്ചാന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ അങ്ങ് കാണുന്നില്ലേ ആ ഡ്രാഗൺ ഫ്രൂട്ടിൽ ചെറിയൊരു മുട്ട് വന്നിട്ട് ഇപ്പോൾ കേട്ടോ. എന്ന് വെച്ചാൽ മൂടൊന്നുമില്ല, അല്ലാതെ എങ്ങനെയോ എന്തോ ഭാഗ്യത്തിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് കാണിച്ചിരുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നത് ഈ കാണുന്ന ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങ് നിൽപ്പുണ്ട്, ഇങ്ങ് നിൽപ്പുണ്ട്. ഇങ്ങ് നിൽക്കുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മൂട് വെട്ടിമാറ്റി ഇപ്പുറത്ത് വെച്ചിരിക്കുന്നു, പക്ഷേ അത് അപ്പുറത്ത് പൂത്തി നിൽക്കുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയെന്ന് കണ്ടാലോ. ആദ്യം നമ്മുടെ ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ തന്നെ ഞാൻ പരിചയപ്പെടുത്തരാവേ. ഇതെന്ന് പറയുന്നത് നമ്മളെ മൂടില്ലാതെ നമ്മളവിടെ പൂത്തിരിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ തൈയാണ് കേട്ടോ. നമ്മൾ മാറ്റി നട്ടതാണ്. സംഭവം ഇപ്പോൾ പുല്ലൊക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും വളർന്നു നിന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ശിഖരങ്ങളും വരുന്നുണ്ട്, നല്ല രീതിയിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൻറ്റ് സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, മൂടില്ലാതെ പൂത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ അതിനെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മച്ചാന്മാരെ, ഈ ഇരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, ഇതാണ് കേട്ടോ മൂടെന്ന് പറയുന്നത്. ഈ കാണുന്ന ബേസിലാണ് നമ്മൾ ആദ്യം നട്ടിരുന്നത്. ഇത് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ച് വന്ന് നല്ല രീതിയിൽ വളർന്നു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇഷ്ടംപോലെ കാ കിട്ടി. അതായത് ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ നട്ടിരുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് കായകൾ കിട്ടി കേട്ടോ. എങ്ങനെ പോയാലും ഒരു സ്റ്റെപ്പ് തന്നെ 7-8 കാ വെച്ച് നമുക്ക് കൂടുതൽ കാ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മൂടാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴോ ഇതിൽ മൂടില്ല. മൂടെന്ത് ചെയ്തു, ഞാൻ മുറിച്ച് മാറ്റി. കാരണം ഇതിൻ്റെ വേരാണെങ്കിൽ താഴോട്ടൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ പണി തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിറങ്ങി പണി തരും എന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, മൂടങ്ങ് മുറിച്ച് മാറ്റി. അതാകുമ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ. അതാണിപ്പോൾ മൂടില്ലാതെ മൂട് മാറ്റി ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. കാരണമുണ്ട്, നമ്മൾ ഈ കാണുന്ന ടെറസിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കുറേ പേര് പറഞ്ഞത് നിങ്ങൾ മുകളിൽ വെക്കണ്ട, അത് വെച്ച് കഴിഞ്ഞാൽ പണിയാവും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ഇതിന് നമ്മളെ മൂടിനെ വെട്ടി മാറ്റി ഒതുക്കി വെച്ചത്. അതാകുമ്പോൾ ബാക്കി അവിടെ നിൽക്കട്ടെ, ബാക്കി നശിച്ച് പോകട്ടെ എന്ന് പറഞ്ഞ രീതിയിലാണ് വെച്ചത്. കാരണം നമ്മൾ ബാക്കി നശിച്ച് പോകട്ടെ എന്ന് പറയുമ്പോഴും നമ്മൾ അതിൽ നിന്ന് കുറേ പേർക്ക് നമ്മൾ 3-4 കമ്പ് വെച്ച് നമ്മൾ കൊടുത്തു കേട്ടോ. അവർക്ക് കൊണ്ടുതരാം, അവരെ വീട്ടിൽ കൊണ്ട് നട്ടു, നല്ല രീതിയിൽ തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഇവിടെ നിന്ന് മാറ്റാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഇതേപോലെ പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ മുകളിലും നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഒരുപാട് ചെടികൾ മുളകും അതുപോലെ തന്നെ കീരയൊക്കെ നട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷേ മഴയുടെ സാഹചര്യങ്ങൾ കാരണം വെള്ളം കെട്ടുന്നത് കൊണ്ടും എല്ലാം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മളെല്ലാം മാറ്റി. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ വെക്കുമ്പോഴൊക്കെ ചെടികൾ വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക. 1-2 അറിയാവുന്നവരടുത്തൊക്കെ ചോദിച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ. ഇല്ലാത്ത പക്ഷേ നമ്മൾ ഇത്രയും വീടൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് പണി വരുമെന്ന് പറയുമ്പോൾ ആർക്കും താങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പൂവ് ഞാൻ കാണിച്ചു തരാം, ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പൂത്തിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. ഇതിൻ്റെ പൂവ് എവിടെയെങ്കിലും നിങ്ങൾ കുറേ നേരത്തെ നോക്കുന്നത്, ഇതാണ്ട് നിൽക്കുന്ന പൂവ്, ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് കേട്ടോ. ഒന്ന് വന്നിട്ട് കേടായിപ്പോയി, ബാക്കി പൂക്കളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഉള്ളത് ഈ ഒരു പൂവാണ്. എന്നുകൊണ്ട് ഹാപ്പിയാണ്. കാരണം മൂടില്ലാതെ ഈ വേര് പിടിച്ചിരിക്കുന്നത് ഈ നമ്മുടെ കെട്ടിയിരിക്കുന്ന 2-3 കല്ലില്ലേ കുറച്ച് അടുക്കി വെച്ചിരിക്കുന്നത്, ഇതിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ആ പിടിച്ചിരിക്കുന്ന വേര് കൊണ്ട് തന്നെ ഈ ഒരു പൂ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടും വളരെ സന്തോഷമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പൂത്തിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ ബാക്കി പൂ പൂക്കുമ്പോഴും അങ്ങനെയെല്ലാം നമ്മൾ കാണിച്ചു കണ്ടു. ഇപ്പോൾ നമ്മളെ പൂ മൊട്ട് പോലെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. മച്ചാന്മാരെ, ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഇത്രയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കി വിവരങ്ങളെല്ലാം നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അത് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പാർട്ട് 1 പാർട്ട് 2 പോലെ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.